വെൽക്കം ടു മെക്ഫിറ്റ്. ഇന്ന് നമുക്ക് നോക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് സൈൻ ബാറിനെ കുറിച്ചാണ്. അപ്പോൾ ഈ കാണുന്ന ഫിഗറാണ് സൈൻ ബാർ എന്ന് പറയുന്നത്. സൈൻ ബാർ എന്ന് പറയുന്ന ഒരു പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഒരു പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്. എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്കിങ്, സെറ്റിംഗ്, പ്രധാനമായിട്ടും ചെക്കിങ്, സെറ്റിംഗ് ഓഫ് ആംഗിൾസിന് വേണ്ടിയിട്ടാണ്. ആംഗിൾസ് ചെക്ക് ചെയ്യാനും ഒരു വർക്ക് പീസിൽ സെറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷനാണ്. പ്രിൻസിപ്പിൾ ഓഫ് സൈൻ ബാർ എന്ന് പറയുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷനാണ്. നെക്സ്റ്റ്, in a right angle triangle, function known as sine of the angle is the relationship existing between the opposite side to the angle and the hypotenuse. നമ്മൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിളിൻ്റെ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൈൻ ഓഫ് ദിസ് ആംഗിൾ, സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പ്രിൻസിപ്പിളാണ് നമ്മൾ സൈൻ ബാറിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ഫോർ സെറ്റിംഗ് ദ സൈൻ ബാർ ടു ഡിഫറെൻറ്റ് ആംഗിൾസ് സ്ലിപ്പ് ഗേജസ് ആർ യൂസ്ഡ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ സ്ലിപ്പ് ഗേജസ് യൂസ് ചെയ്യാറുണ്ടെന്ന് മനസ്സിലാക്കുക. പിന്നെ ഡേറ്റം സർഫസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സർഫസ് പ്ലേറ്റോ അല്ലെങ്കിൽ മാർക്കിംഗ് ടേബിളോ ആയിരിക്കും. ഡേറ്റം സർഫസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സർഫസ് പ്ലേറ്റ് അല്ലെങ്കിൽ മാർക്കിംഗ് ടേബിൾ ആയിരിക്കും. പിന്നെ സൈൻ ബാർ, സ്ലിപ്പ് ഗേജസ് ആൻഡ് ഡേറ്റം സർഫസ് അപ്പോൺ വിച്ച് ദേ ആർ സെറ്റ് ഫോം എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പോൾ ഈ സൈൻ ബാർ നമ്മൾ സ്ലിപ്പ് ഗേജസ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഈ സ്ലിപ്പ് ഗേജസും അതിൻ്റെ ഡേറ്റം സർഫസുമായിട്ട് ഒരു ആംഗിൾ മേക്ക് ചെയ്യും. ഓക്കെ, ഫിഗറിലുണ്ട്, കാണാം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ദ സൈൻ ബാർ ഫോംസ് എ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഇതിൽ എന്താണ് ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് ഫോം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈൻ ബാർ ഉണ്ടല്ലോ, നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് ഫോം ചെയ്യുന്നത്. ഈ സ്ലിപ്പ് ഗേജ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡായിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ ഈ സൈൻ ബാർ എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ആയിട്ടാണ് എടുക്കുന്നത്, എച്ച്. ഈ ഹൈറ്റ് എന്ന് പറയുന്നത്, സ്ലിപ്പ് ഗേജിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നതാണ് നമ്മളെടുത്ത ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ആ സൈൻ ഓഫ് ദ ആംഗിൾ കണ്ടുപിടിക്കാൻ നേരത്ത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഈ ഫിഗറിൽ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് നോട്ട് ചെയ്തിരിക്കുന്നത്. ഇത് സി ആയിട്ടാണ് സൈൻ ബാറിൻ്റെ ലെങ്ത് നോട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത്, PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാറുള്ളത് ഈ സൈൻ ബാറിൻ്റെ ലെങ്ത് എന്താണെന്ന് ചോദിക്കും. അതെന്ന് പറയുന്നത് ഈ രണ്ട് റോളേഴ്സിനിടയ്ക്കുള്ള ഈ ഡിസ്റ്റൻസ് ആണ്, സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു റോളേഴ്സ്. ഓക്കെ, പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് ഇതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. സൈൻ ബാർ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്റ്റെബിലൈസ്ഡ് ക്രോമിയം സ്റ്റീലാണ്. സ്റ്റെബിലൈസ്ഡ് ക്രോമിയം സ്റ്റീൽ. ഓക്കെ, പിന്നെ സർഫസ് ആർ ആക്യുറേറ്റ്ലി ഫിനിഷ്ഡ് ബൈ ഗ്രൈൻഡിങ് ആൻഡ് ലാപ്പിംഗ്. ഇതിൻ്റെ സർഫസ് എന്ന് പറയുന്നത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഗ്രൈൻഡിങ്ങും ലാപ്പിങ്ങും വെച്ചിട്ട് ആക്യുറേറ്റ് ആയിട്ടായിരിക്കും. ഓക്കെ, പിന്നെ രണ്ട് റോളേഴ്സ് ഉണ്ട്, സെയിം ഡയമീറ്റർ ആയിരിക്കും. അതെന്ന് പറയുന്നത് മൗണ്ട് ഓൺ എയ്തർ എൻഡ് ഓഫ് ദ ബാർ. ആ ബാറിൻ്റെ ഓരോ എൻഡിലായിട്ടായിരിക്കും ഈ പ്രിസിഷൻ റോളേഴ്സ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. സെൻട്രൽ ലൈൻ ഓഫ് ദ റോളേഴ്സ് ഈസ് പാരലൽ ടു ദ ടോപ്പ് ഫേസ് ഓഫ് ദ സൈൻ ബാർ. ഓക്കെ, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ റോളേഴ്സിൻ്റെ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് ഈ ടോപ്പ് സർഫസിന് പാരലായിരിക്കണം, ടോപ്പ് ഫേസ് ഓഫ് ദ സൈൻ ബാർ. ഇതിനെ ടോപ്പ് ഫേസ് എന്ന് പറയും, ഇതിനെ ടോപ്പ് ഫേസ് എന്നാണ് പറയുന്നത്. ഇത് ബോട്ടം ഫേസ് ആണ്. ഈ രണ്ട് സൈഡ് എൻഡ് ഫേസ് ആയിട്ടാണ് പറയുന്നത്. അതും കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ദർ ആർ ഹോൾസ് ഡ്രിൽഡ് അക്രോസ് ദി ബാർ. അടുത്ത PSC ക്വസ്റ്റ്യൻ സൈൻ ബാറിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഈ ഹോൾസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ചോദിക്കും. ആ ഹോൾസ് കൊടുത്തിരിക്കുന്നത് ആ ബാറിൻ്റെ വെയിറ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മൾ ഈ സൈൻ ബാർ ആംഗിൾ പ്ലേറ്റിൽ ഫിക്സ് ചെയ്യുമ്പോൾ ക്ലാമ്പ് ചെയ്യാനായിട്ടാണ് ആ ഹോൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് റെഡ്യൂസിങ് വെയിറ്റ്. ഓപ്ഷൻ നോക്കണം, ചിലപ്പോൾ ഓപ്ഷനിൽ രണ്ടാമത്തായിട്ട് ക്ലാമ്പിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകും, നോക്കണം. ബോത്ത് A ആൻഡ് B, ആ രീതിയിൽ നോക്കണം. ഈ റെഡ്യൂസിങ് വെയിറ്റ് കാണുമ്പോൾ ആദ്യം പോയി കറുപ്പിക്കാൻ നിൽക്കരുത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ലെങ്ത് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്, ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ലെങ്ത് തന്നിട്ട് കൂട്ടത്തിൽ പെടാത്തത് ഏതെന്നുള്ള രീതിയിൽ ചോദിക്കാം. ഇപ്പം ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ലെങ്ത് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 100, 200, 250, 500 ആണ്. അതായത് 100 പഠിക്കുക, അതിൻ്റെ ഇരട്ടിയാണ് ഒരു സ്റ്റാൻഡേർഡ്. അടുത്ത 250, അതിൻ്റെ ഇരട്ടി.
500. അപ്പോൾ ഈ രീതിയിൽ കണക്ട് ചെയ്ത് പഠിച്ച് വെച്ചേക്കുക. 100, 200, 250, 500 ആണെന്ന് കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഈ സ്റ്റാൻഡേർഡ് ലെങ്തിലാണിത് അവൈലബിൾ ആയിട്ടുള്ളത്. ചിലപ്പോൾ ഇതിനിടയ്ക്ക് ഒരു 150 വല്ലതും തരും, കൂട്ടത്തിൽ പെടാത്ത ഏതാണെന്ന് കണ്ടുപിടിക്കാൻ. ഓക്കെ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സൈൻ ബാറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ആ സെൻറ്റർ ഓഫ് റോളേഴ്സിന് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ. പിന്നെ ഇതിൻ്റെ യൂസസ്. സൈൻ ബാർസ് ആർ യൂസ്ഡ് വെൻ എ ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസി ടു ലെസ് ദാൻ 1 മിനിറ്റ് ഈസ് നീഡഡ് ഫോർ. അപ്പോൾ നമ്മൾ സൈൻ ബാർ യൂസ് ചെയ്യുന്നത് ലെസ് ദാൻ 1 മിനിറ്റ്, ഇപ്പോൾ ഒരു ആംഗിളിൻ്റെ 1 മിനിറ്റ് ലെസ് ദാൻ ആയിട്ടുള്ള ആക്യുറസിയിൽ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ സൈൻ ബാർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒന്നാമത്തേന്ന് പറഞ്ഞാൽ മെഷറിങ് ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ മാർക്കിംഗ് ഔട്ട്, ഒരു ആംഗിളിൽ മാർക്കിംഗ് നടത്താനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ സെറ്റിംഗ് അപ്പ് ഫോർ മെഷീനിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സൈൻ ബാറിൻ്റെ. ഏതെങ്കിലും ഒരു ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് മെഷറിങ് ആംഗിൾസ് ആണ്. ഈ ആംഗിൾ മെഷർ ചെയ്യാനായിട്ടാണ് നമ്മളതിന് ഒരു വെർനിയർ ഹൈറ്റ് ഗേജും ഒരു ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ നമ്മൾ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആംഗിൾ മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് മാർക്കിങ്ങിന് വേണ്ടിയിട്ടാണ്, മാർക്കിംഗ് ഔട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്നു. തേർഡ് വൺ എന്ന് പറയുന്നത് മെഷീനിങ്ങിന് വേണ്ടി സെറ്റപ്പ് ചെയ്യാനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നു. ആക്യുറേറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യേണ്ട കേസിലൊക്കെ നമ്മൾ ഈ സൈൻ ബാർ യൂസ് ചെയ്യാറുണ്ടെന്ന് ഓർക്കുക. ഇനി ഈ സൈൻ ബാർ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് ടേപ്പർ ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ സൈൻ ബാറിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത് സ്ലിപ്പ് ഗേജ് ആണെന്ന് ഓർക്കുക. ഓക്കെ. സ്ലിപ്പ് ഗേജ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഓപ്പോസിറ്റ് സൈഡിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കുന്നത്. അത് വെച്ചിട്ടായിരിക്കും ആംഗിൾ മെഷർ ചെയ്തെടുക്കുന്നത്. സൈൻ ബാർസ് പ്രൊവൈഡ് എ സിമ്പിൾ മീൻസ് ഓഫ് ചെക്കിംഗ് ആംഗിൾസ് ടു ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസി ഓഫ് നോട്ട് ലെസ് ദാൻ 1 മിനിറ്റ് അപ് ടു 45 ഡിഗ്രി. അപ്പോൾ അപ് ടു 1 മിനിറ്റ്. ഓക്കെ. നോട്ട് ലെസ് ദാൻ 1 മിനിറ്റ് അപ് ടു 45 ഡിഗ്രി. 45 ഡിഗ്രി നമ്മൾ മെഷർ ചെയ്യാൻ നേരത്ത് 1 മിനിറ്റ് ആക്യുറസിയിൽ വരെ നമുക്ക് ഇത് വെച്ച് കിട്ടും. The use of sine bar is based on trigonometric function. Sine bar forms a hypotenuse of the triangle and slip gauge the opposite side. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഹൈപ്പോട്ടനീസ് എന്ന് പറയുന്നത് സൈൻ ബാർ ആണ്, സ്ലിപ്പ് ഗേജ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡും ആയിരിക്കും. ചെക്കിംഗ് ദ കറക്റ്റ്നെസ് ഓഫ് എ നോൺ ആംഗിൾ. അപ്പോൾ നമുക്കൊരു നോൺ ആംഗിൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ സൈൻ ബാർ യൂസ് ചെയ്യാം. ഫോർ ദിസ് പർപ്പസ് ഫസ്റ്റ് ചൂസ് ദ കറക്റ്റ് സ്ലിപ്പ് ഗേജ് കോമ്പിനേഷൻ ഫോർ ദ ആംഗിൾ ടു ബി ചെക്ക്ഡ്. അപ്പോൾ ഏത് ആംഗിളാണോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് സ്ലിപ്പ് ഗേജ് കോമ്പിനേഷൻ നമ്മൾ ആദ്യമേ സെലക്ട് ചെയ്യുക. Amount to be checked should be mounted on the sine bar after placing the selected slip gauges under the roller. ഈ സ്ലിപ്പ് ഗേജസ് ഈ റോളറിന് അടിയിൽ വെച്ചതിന് ശേഷം നമ്മൾ ഈ കമ്പോണൻറ്റ് ചെക്ക് ചെയ്യേണ്ട കമ്പോണൻറ്റ് ഇതിന് പുറത്തായിട്ട് പ്ലേസ് ചെയ്യും. അതിന് മുകളിലായിട്ട് നമ്മളൊരു ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്യുകയും അതിന് ആദ്യം തന്നെ ആ ഫസ്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് 0 സെറ്റ് ചെയ്യും. ഓക്കെ. അതിനുശേഷം ഇതിനെ മൂവ് ചെയ്യും, ഈ സർഫസിലൂടെ മൂവ് ചെയ്തിട്ട് സെക്കൻഡ് പൊസിഷൻ അല്ലെങ്കിൽ ഫൈനൽ പൊസിഷനിൽ എത്തിക്കും. എന്നിട്ട് ഈ ഡയലിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ, അപ്പോൾ ഇതിവിടെ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ, ആംഗിളിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ ഈ ഡയൽ ഇവിടെ 0 പൊസിഷനിൽ നിന്ന് മാറിയിരിക്കും. അങ്ങനെ ഒരു പൊസിഷൻ ചേഞ്ച് ഉണ്ടെങ്കിൽ നമ്മൾ സ്ലിപ്പ് ഗേജസ് അറേഞ്ച് ചെയ്തിട്ടാണത് മാറ്റുന്നത്. ഓക്കെ. എ ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ ഈസ് മൗണ്ടഡ് ഓൺ എ സ്യൂട്ടബിൾ സ്റ്റാൻഡ് ഓർ വെർനിയർ ഹൈറ്റ് ഗേജ്. അപ്പോൾ ഈ ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ഒരു വെർനിയർ ഹൈറ്റ് ഗേജിലോ ആയിരിക്കും മൗണ്ട് ചെയ്യുന്നത്. Dial test indicator is then set in first position as in the figure and dial is set to 0. Move the dial to the other end of the component, second position. If there is any difference then the angle is incorrect. അപ്പോൾ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ ആ ആംഗിൾ എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആയിരിക്കും. ഹൈറ്റ് ഓഫ് ദ സ്ലിപ്പ് ഗേജ് പാക്ക് ക്യാൻ ബി അഡ്ജസ്റ്റഡ് അണ്ടിൽ ദ ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ റീഡ് 0 ഓൺ ബോത്ത് എൻഡ്സ്. അതായത് രണ്ട് എൻഡിലും 0 റീഡിങ് കിട്ടുന്നവരെ നമ്മൾ ആ സ്ലിപ്പ് ഗേജ് ബ്ലോക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. The actual angle can then be calculated and deviation if any will be the error. അപ്പോൾ നമ്മൾ ആക്ച്വൽ ആംഗിൾ നമ്മൾ അതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുകയും എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അതിനെ നമുക്കവിടെ എറർ ആയിട്ട് പറയാം. ഓക്കെ. പിന്നെ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് സ്ലിപ്പ് ഗേജ് ഹൈറ്റ്, അത് നേരത്തെ പറഞ്ഞ ആംഗിൾ വെച്ച് തന്നെ മെഷർ ചെയ്യുന്നതാണ്. ഇത് സാധാരണയായിട്ട് ചോദിക്കാറില്ല. ഇൻ കേസ് ചോദിച്ചാൽ തന്നെ സൈൻ്റെ നമുക്ക് നോൺ ആയിട്ടുള്ള കുറച്ച് ആംഗിൾസ് ഉണ്ടല്ലോ, sin 30 വരുന്നത്, sin 60, sin 40. ഓക്കെ. ആ രീതിയിലുള്ള ഏതെങ്കിലും വാല്യൂ ആയിരിക്കും ആംഗിളായിട്ട് തരിക. ട്രിഗണോമെട്രിക് ടേബിൾ ഒന്നും നമുക്ക് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ട വരത്തില്ല ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വെച്ചിട്ട്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സൈൻ ബാറിൽ നിന്ന് അറിഞ്ഞിരുന്നാൽ മതി. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള മെഷറിംഗ് എറേഴ്സിനെ കുറിച്ചാണ്.
അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷറിങ് എറേഴ്സ് ഉണ്ട്. അതെന്ന് പറയുന്നത് ആ മെഷർമെൻറ്റിന് ഇനാക്രസീസിന് കാരണമാകും. അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് മെഷറിങ് എറേഴ്സ് ആണ് ഉള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് എററാണ്, പിന്നെ റാൻഡം എറർ, ജിയോമെട്രിക്കൽ എറർ, കോണ്ടാക്ട് എറർ, ഗേജ് ആൻഡ് ഇൻസ്ട്രുമെൻ്റ് എറർ, ഇലാസ്റ്റിക് ഡിഫോർമേഷൻ, പാരലൽ എറർ ഉണ്ട്, ഒബ്സർവേഷൻ എറർ ഉണ്ട്, കൊസൈൻ എറർ, ടെമ്പറേച്ചർ എറേഴ്സ്. അപ്പോൾ അവ ഓരോന്നും നമുക്ക് നോക്കാം. പിന്നെ ഈ ടോപ്പിക്കിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല എങ്കിലും ഓൾഡ് സിലബസിലുള്ള പാറ്റേണിൽ ഇത് ടെക്സ്റ്റിലുണ്ട്, പുതിയ പാറ്റേണിലില്ല. ഫസ്റ്റ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് എറേഴ്സ്. മെഷറിംഗ് എറേഴ്സ് വിച്ച് ആർ ഡ്യൂ ടു ദ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആർ നോൺ ആസ് സിസ്റ്റമാറ്റിക് എറേഴ്സ്. അപ്പോൾ സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അതുണ്ടാകുന്നത് മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് മൂലമാണ്. മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് മൂലമുണ്ടാകുന്ന മെഷറിംഗ് എററിനെ പറയുന്ന പേരാണ് സിസ്റ്റമാറ്റിക് എറർ. ഇത് തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, നോൺ സിസ്റ്റമാറ്റിക് എററും അൺനോൺ സിസ്റ്റമാറ്റിക് എററും. നോൺ സിസ്റ്റമാറ്റിക് എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഡെഫിനറ്റ് ഡയറക്ഷനിൽ മാത്രമായിരിക്കും അത് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്നത്. ഓക്കെ, നോൺ സിസ്റ്റമാറ്റിക് എറേഴ്സ് ആർ ദോസ് വിച്ച് ഓൾവേസ് ഇൻഫ്ലുവൻസ് ദ മെഷറിംഗ് റിസൾട്ട് ടു ദ സെയിം എക്സ്റ്റെൻറ്റ് ആൻഡ് ഇൻ സെയിം ഡയറക്ഷൻ. ഇപ്പോൾ ഒരേ വാല്യൂവിലായിരിക്കും, ഇപ്പോൾ ഒരു -1, ഓക്കെ, ആ വാല്യൂവിൽ തന്നെ ആയിരിക്കും ചിലപ്പം എറർ ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ ആൻ എറർ ഇൻ ദ ഗ്രാജുവേഷൻ ആസ് ഇൻ എ സ്കെയിൽ. ഇപ്പോൾ ഒരു സ്കെയിലിലെ ഗ്രാജുവേഷൻ എക്സാമ്പിളായിട്ട് പറയുന്നത്. ഓക്കെ, അതിലുണ്ടാകുന്ന ഈ എറർ എന്ന് പറയുന്നത് ഒരു നോൺ സിസ്റ്റമാറ്റിക് എറർ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ദ വാല്യൂസ് ഓഫ് സച്ച് എറേഴ്സ് ആർ കോൺസ്റ്റന്റ് ആൻഡ് നോൺ. അപ്പോൾ ആ വാല്യൂസ് എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നതായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. വൈൽ കമ്പ്യൂട്ടിംഗ് ദ ഫൈനൽ മെഷർമെന്റ് നെസസറി കറക്ഷൻസ് ക്യാൻ ബി മെയ്ഡ്. ഇപ്പോൾ നമുക്ക് മൈക്രോമീറ്ററിൻ്റെ കേസൊക്കെ എടുക്കാൻ നേരത്ത് അതിൽ 0 എറർ, ഓക്കെ, ആ 0 കോയിൻസൈഡ് ചെയ്യുന്നില്ല, അവിടെ ഒരു എറർ ഉണ്ടെങ്കിൽ അത് നമ്മൾ കറക്ഷൻ്റെ ടൈമിൽ എറർ നെഗറ്റീവ് ആണെങ്കിൽ കറക്ഷൻ പോസിറ്റീവ് ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, ആ എററൊക്കെ നമുക്ക് നോൺ സിസ്റ്റമാറ്റിക് എററിൽ പറയാവുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അൺനോൺ സിസ്റ്റമാറ്റിക് എറേഴ്സ് ആണ്. അതിന് ഡിഫറെൻറ്റ് വാല്യൂസ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ. ഇപ്പോൾ ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും. ഒന്നിൽ +1 ആണെങ്കിൽ അടുത്തതിൽ ചിലപ്പം -1 ആയിരിക്കാം, അല്ലെങ്കിൽ +2, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എറേഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത് ഡിഫറെൻറ്റ് മെഷർമെൻറ്റിൽ. ഓക്കെ, ദ ഡിഫറൻസ് ഓഫ് സച്ച് മെഷർമെൻറ്റ്സ് ക്യാൻ ബി ഡ്യൂ ടു ദ വേരിയേഷൻ ഇൻ ദ. അപ്പം അതുണ്ടാകാനുള്ള റീസൺ എന്താണെന്നും കൂടെ മനസ്സിലാക്കി വെച്ചേക്കുക. ആ പ്രഷറിൻ്റെ വേരിയേഷൻ, നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്ന ടൈമിൽ പ്രഷർ വേരിയേഷൻ മൂലമാണ് ഇത്തരം എറർ ഉണ്ടാകുന്നത്. അപ്പോൾ മൈക്രോമീറ്ററിൽ നമ്മൾ റാച്ചറ്റ് സ്റ്റോപ്പൊക്കെ യൂസ് ചെയ്യുന്നത് ഈ പ്രഷർ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാനായിട്ടാണ്, അവിടെ വേരിയേഷൻ ഒന്നും ഇല്ലാതെ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് റാൻഡം അല്ലെങ്കിൽ ആക്സിഡൻ്റൽ എറേഴ്സ്. അപ്പോൾ ഈ ആക്സിഡൻ്റൽ എറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം നമ്മുടെ എന്തോ ഒരു തെറ്റ് മൂലം ഉണ്ടാകുന്നതാണ് ഈ ആക്സിഡൻ്റ് എന്ന് പറയുന്നത്. അതെന്താണെന്ന് നോക്കാം. റാൻഡം എറേഴ്സ് ആർ കോസ്ഡ് ബൈ എക്സ്റ്റേണൽ കണ്ടീഷൻസ് സച്ച് ആസ് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ, എയർ ഹ്യൂമിഡിറ്റി, ഡേർട്ട് ആൻഡ് വൈബ്രേഷൻ, ആൻഡ് ഓൾസോ ഡ്യൂ ടു ദ ഹ്യൂമൻ ഫാക്ടർ സച്ച് ആസ് വ്യൂവിങ് എറേഴ്സ് ആൻഡ് ഫെറ്റീഗ്. അപ്പോൾ നമ്മൾ നോക്കുന്നതിലുള്ള മിസ്റ്റേക്ക്. ഓക്കെ, ഇപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് വാല്യൂസ് എന്ന് പറയുന്നത് 5 ആയിരിക്കും കണ്ടത്, പക്ഷെ നമ്മൾ എഴുതി വെക്കുന്നത് ചിലപ്പം 6 mm എന്നൊക്കെ ആയിരിക്കും. ഓക്കെ, അതുപോലെ നമ്മൾ ആ നോക്കുന്നതിലുള്ള മിസ്റ്റേക്ക് വഴി ഈ റാൻഡം എറർ അല്ലെങ്കിൽ ആക്സിഡൻ്റൽ എറർ ഉണ്ടാകാം. കൂടാതെ ടെമ്പറേച്ചർ ഡിഫറൻസ്, എയറിൻ്റെ ഹ്യൂമിഡിറ്റി, പിന്നെ അതിനകത്ത് പൊടിയിരിക്കുന്നത്, ഡേർട്ട് ആൻഡ് വൈബ്രേഷൻസ്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ജിയോമെട്രിക്കൽ എറേഴ്സ് ആണ്. അത് മാക്രോ ഉണ്ട്, മൈക്രോ ഉണ്ട്. മാക്രോ എന്ന് പറയാൻ നേരത്ത് അറിയാം, നമുക്ക് കാണാൻ പറ്റുന്നൊരു എററാണ് മാക്രോ. നഗ്ന നേത്രം കൊണ്ട് കാണാൻ പറ്റുന്നതിനാണ് നമ്മൾ മാക്രോ എന്ന് പറയുന്നത്. മൈക്രോ എന്ന് പറയുന്നത് സൂക്ഷ്മമായിട്ടുള്ളൊരു എററാണ്. ഇപ്പോൾ മാക്രോ ജിയോമെട്രിക്കൽ എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കൊരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരു പീസ് ആണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്, പക്ഷെ നമ്മൾ ഉണ്ടാക്കി വന്നപ്പോൾ അത് ഔട്ട് ഓഫ് റൗണ്ട് ആയി, അല്ലെങ്കിൽ ഒരു ടേപ്പേർഡ് ആയിട്ടുള്ള സർഫസ് ആയി. അപ്പോൾ നമുക്കത് ഒരു മാക്രോ ജിയോമെട്രിക്കൽ എററായിട്ട് പറയാം. മാക്രോ ജിയോമെട്രിക്കൽ എറേഴ്സ് ആർ ദോസ് വിച്ച് ആർ കോസ്ഡ് വെൻ ദ ഫോം ഓഫ് വർക്ക് പീസ് ഡസ് നോട്ട് കറസ്പോണ്ട് വിത്ത് ദ തിയേറ്ററിക്കൽ ഫോം ഇൻ ദ ഗിവൺ ഡ്രോയിങ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്കൊരു സിലിണ്ടറിക്കലായിട്ടുള്ള വർക്ക് പീസ് ആയിരുന്നു ഡ്രോയിങ്ങിൽ നമുക്കുണ്ടായിരുന്നത്, പക്ഷെ നമ്മൾ ഉണ്ടാക്കി വന്നപ്പോൾ അത് വർക്ക് ഔട്ട് ഓഫ് റൗണ്ട് ആയി, ഇതുപോലെ വർക്ക് ഔട്ട് ഓഫ് റൗണ്ട് ആയി, അല്ലെങ്കിൽ ഒരു ടേപ്പേർഡ് ആയിട്ടുള്ള വർക്ക് സർഫസ് കിട്ടി. അപ്പം ഈ മാക്രോ ജിയോമെട്രിക്കൽ എററിന് ഉദാഹരണമായിട്ട് പറയുന്നത് സിലിണ്ടർ ഈസ് ടേപ്പേർഡ് ഓർ ഔട്ട് ഓഫ് റൗണ്ട് ആണ്. അപ്പോൾ ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക.
ദിസ് എറർ ക്യാൻ ബി ഡിറ്റക്റ്റഡ് ഇഫ് മെഷർമെൻറ്റ്സ് ആർ ടേക്കൺ അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ് ഓൺ ദ വർക്ക് പീസ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ടേപ്പേഡ് ആയിട്ടുള്ള സർഫസ് ആണെങ്കിൽ ഒരു ഡയൽ ഗേജ് ഇവിടെ നിന്ന് മൂവ് ചെയ്ത് അവിടെ വേരിയേഷൻ ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ 0 എറർ ഒരേപോലത്തെ സർഫസ് ആണെങ്കിൽ 0 സെറ്റ് ചെയ്തിട്ട് അവിടെ എറർ ഒന്നും തന്നെ കാണിക്കത്തില്ല, വേരിയേഷൻ കാണിക്കത്തില്ല, അല്ലെങ്കിൽ ഈ ഡയലിൻ്റെ വാല്യൂ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ദിസ് എറർ ക്യാൻ ബി ഡിറ്റക്റ്റഡ് ഇഫ് മെഷർമെൻറ്റ്സ് ആർ ടേക്കൺ അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ് ഓഫ് ദ വർക്ക് പീസ്. സോ കോൾഡ് 3-lobed ഡിഫക്റ്റ് ഈസ് എ ടൈപ്പ് ഓഫ് മാക്രോ ജിയോമെട്രിക്കൽ എറർ. അപ്പോൾ ഇതിൻ്റെ അകത്ത് മാക്രോ ജിയോമെട്രിക്കൽ എററിനെ ഉദാഹരണമായിട്ട് പറയുന്നതാണ് 3-lobed ഡിഫക്റ്റ്. ഓക്കെ, അത് നമ്മൾ 3 പോയിന്റിലായിട്ട് ടെസ്റ്റ് ചെയ്യും, അതുകൊണ്ടാണ് അതിനെ 3-lobed ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു വർക്ക് പീസ് വി ബ്ലോക്കിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഡയൽ ഇൻഡിക്കേറ്റർ വെച്ച് 3 ഡിഫറെൻറ്റ് പോയിന്റിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ദിസ് ടൈപ്പ് ഓഫ് എറർ കാനോട്ട് ബി ഡിറ്റക്റ്റഡ് യൂസിങ് 2-point മെഷറിംഗ് മെത്തേഡ്സ്. അപ്പോൾ മാക്രോ ജിയോമെട്രിക്കൽ എറർ എന്ന് പറയുന്നത് 2-point മെഷറിംഗ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ല, 3-point മെഷർമെൻറ്റ് വെച്ച് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ എന്ന് പറഞ്ഞാൽ 2 പോയിന്റിൽ മാത്രമാണ് കോണ്ടാക്റ്റ് വരുന്നത്. ഓക്കെ, 3-point എന്ന് പറയാൻ നേരത്ത് 3 പോയിന്റിലായിട്ടാണ് നമ്മുടെ കോണ്ടാക്റ്റ് വരുന്നത്. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് മൈക്രോ ജിയോമെട്രിക്കൽ എററാണ്, ഇമ്പോർട്ടൻ്റ് ആണിത്. മൈക്രോ ജിയോമെട്രിക്കൽ എറർ എന്ന് പറയുന്നത് ആ ക്വാളിറ്റി ഓഫ് സർഫസ് മൂലമാണ് ഇത് ഉണ്ടാകുന്നത്. ദ മെഷറിംഗ് ടിപ്പ് ഓഫ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ക്യാൻ ഡ്രോപ്പ് ഇൻ എ റെസസ് ഗിവിങ് ഫോൾട്ടി റീഡിങ്. അപ്പോൾ ഇതൊരു ഇങ്ങനെ ഇരിക്കുന്ന സർഫസാണ്. ഓക്കെ, അപ്പോൾ ഈ റെസസിലോട്ട് ഇത് വീഴുന്ന ടൈമിൽ ഫോൾട്ടി റീഡിങ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ സർഫസിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് ഈ മൈക്രോ ജിയോമെട്രിക്കൽ എറർ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോണ്ടാക്റ്റ് എററാണ്. അതുണ്ടാകാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് സർഫസും നമ്മൾ മെഷർ ചെയ്യുന്ന ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ടിപ്പും അതിനിടക്കായിട്ട് പൊടി ഡേർട്ടൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഈ കോണ്ടാക്റ്റ് എറർ ഉണ്ടാവും. ക്യാൻ ബി ആസ് എ റിസൾട്ട് ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ബിറ്റ്വീൻ ദ മെഷറിംഗ് ടിപ്പ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് ദ വർക്ക് സർഫസ്. ദിസ് ക്യാൻ ബി അവോയ്ഡഡ് ബൈ യൂസിങ് എ പ്രോപ്പർലി ക്ലീൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് വർക്ക് സർഫസ്. അപ്പോൾ ഈ ഇൻസ്ട്രുമെൻറ്റും വർക്ക് സർഫസും പ്രോപ്പർലി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കോണ്ടാക്റ്റ് എറർ അവോയ്ഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗേജ് ആൻഡ് ഇൻസ്ട്രുമെൻ്റ് എറർ. In this case of the vernier caliper, the measurement is parallel but not in line with the scale. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് മെഷർമെൻറ്റ് പാരലാണ്, സ്കെയിലുമായിട്ട് ഇൻലൈനിലല്ല. അതുമൂലം ഉണ്ടാകുന്ന എററാണ് ഗേജ് ആൻഡ് ഇൻസ്ട്രുമെൻ്റ് എറർ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. A play between the movable jaw and the main scale can produce an error which could have a considerable effect on the result. അപ്പോൾ ഇതിൻ്റെ അകത്തെന്ന് പറയുന്നത് ഈ മൂവബിൾ ജോയ്ക്കും, ഇതാണ് നമ്മുടെ മൂവബിൾ ജോയ്ക്കും മെയിൻ സ്കെയിലിനും ഇടയ്ക്കൊരു പ്ലേ ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന എററാണ്. അങ്ങനെ എറർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള വാല്യൂസ് ആയിരിക്കത്തില്ല കിട്ടുന്നത്. ഇൻ ദ കേസ് ഓഫ് എ മൈക്രോമീറ്റർ ആൻ ആംഗുലർ എറർ ഈസ് നെഗ്ലിജിബിൾ ബട്ട് എ പാരലൽ എറർ വിൽ ഒക്കർ. അപ്പോൾ ഒരു മൈക്രോമീറ്ററിൻ്റെ കേസിൽ അവിടെ ആംഗുലർ എറർ നെഗ്ലിജിബിൾ ആണെങ്കിലും പാരലൽ എറർ എന്ന് പറയുന്നത് ഉണ്ടാവും. അതർ errors that come under this heading are errors due to the changes in friction and backlash in measuring instrument. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആ ഫ്രിക്ഷൻ, ഇപ്പോൾ ഈ ആനുവലിനിടയ്ക്ക് 2 സർഫസ് ഉണ്ടാകുന്ന ആ ഫ്രിക്ഷൻ, പിന്നെ ബാക്ക്ലാഷ്, എന്തെങ്കിലും പ്ലേ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനിടക്കും ഈ എറർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ചെക്ക് ദ പാരലിസം ബിറ്റ്വീൻ ദ മെഷറിംഗ് ഫേസസ് ആൻഡ് ദ പ്ലേ ബിറ്റ്വീൻ ദ ബീം ആൻഡ് ദ മൂവബിൾ ജോ. അപ്പോൾ നമ്മളിത് മെഷർ ചെയ്യുന്നതിന് മുന്നേ ആ മെഷറിംഗ് ഫേസസിൻ്റെ പാരലിസം ചെക്ക് ചെയ്യുകയും ഈ ബീമിൻ്റെയും മൂവബിൾ ജോയിൻ്റെയും പ്ലേ ചെക്ക് ചെയ്യുകയും വേണം. നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ആണ്. ഇൻ ഓർഡർ ടു കീപ് ദ ഇലാസ്റ്റിക് ഡിഫോർമേഷൻ വിത്തിൻ റീസണബിൾ ലിമിറ്റ്സ്, ഒരു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് പറയുന്ന റീസണബിൾ ലിമിറ്റ്സിൽ വെക്കാനായിട്ട് ഇൻഡിക്കേറ്റർ സ്റ്റാൻഡ്സ്, മെഷറിംഗ് ക്ലാംസ് ആൻഡ് മെഷറിംഗ് ഫിക്സ്റ്റേഴ്സ് മസ്റ്റ് ബി റോബസ്റ്റ്ലി കൺസ്ട്രക്റ്റഡ്. ഇപ്പോൾ ഇൻഡിക്കേറ്റർ സ്റ്റാൻഡ്, മെഷറിംഗ് ക്ലാംസ്, മെഷറിംഗ് ഫിക്സ്റ്റേഴ്സ് ഒക്കെ വിശ്വസിക്കുന്ന രീതിയിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ബൈ യൂസിങ് എ സ്മോൾ ആൻഡ് കോൺസ്റ്റൻറ്റ് മെഷറിംഗ് ഫോഴ്സ് ഓൾസോ ദിസ് എറർ ക്യാൻ ബി ബ്രോട്ട് ടു എ മിനിമം. ഇപ്പോൾ ഇലാസ്റ്റിക് ഡിഫോർമേഷന് നേരത്തെ പറഞ്ഞ പ്രഷർ വേരിയേഷൻ്റെ ആ കാര്യം ഓർക്കുക.
അപ്പോൾ ഈ മെഷറിംഗ് ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നത് അവിടെ സ്മോൾ ആയിരിക്കണം, കോൺസ്റ്റൻ്റ് ആയിരിക്കണം. നമുക്ക് റാറ്ററ്റ് സ്റ്റോപ്പിൻ്റെ കാര്യം മൈക്രോമീറ്ററിൽ പറഞ്ഞിട്ടുണ്ട്. അതൊരു ഇലാസ്റ്റിക് ഡീഫോർമേഷൻ കേസിൽ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പാരലൽ എറേഴ്സ് ആണ്. പാരലൽ എറേഴ്സ്. ഇഫ് മെഷർമെൻറ്റ് ഈസ് ടേക്കൺ ഓൺ മെഷറിംഗ് സർഫസ് ദേ മസ്റ്റ് ബി പാരലൽ ടു ഈച്ച് അതർ. അപ്പോൾ നമ്മളൊരു മെഷറിംഗ് സർഫസിൽ മെഷർമെൻറ്റ് എടുക്കുകയാണ്, അതെന്ന് പറയുന്നത് പാരലൽ ടു ഈച്ച് അതർ ആയിരിക്കണം. ഇഫ് ദ മെഷറിംഗ് സർഫസസ് ആൻഡ് വർക്ക് പീസ് സർഫസ് ആർ നോട്ട് പാരലൽ ടു ഈച്ച് അതർ പാരലൽ എറേഴ്സ് വിൽ റിസൾട്ട്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു സ്പെരിക്കൽ മെഷറിംഗ് ടിപ്പാണ് ഫ്ലാറ്റ് സർഫസിൽ. പാരലൽ എറേഴ്സ് അവോയ്ഡ് ചെയ്യാം. അപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈ പാരലൽ എറേഴ്സ് ഒഴിവാക്കാനായിട്ട് എന്താണ് യൂസ് ചെയ്യുന്നതെന്നാണ്. മെഷറിംഗ് ടിപ്പിൽ നമ്മൾ സ്പെരിക്കലായിട്ടുള്ള ഒരു ഷേപ്പ് കൊടുക്കും. ഓക്കെ, പാരലൽ എററും പാരലാക്സ് എററും മാറിപ്പോകരുത്, അത് രണ്ടും രണ്ടാണ്. ഓക്കെ, selection of correct measuring contact surfaces will help in the elimination of the parallel errors. അപ്പോൾ കറക്റ്റ് മെഷറിംഗ് കോണ്ടാക്ട് സർഫസ് സെലക്ട് ചെയ്യുക, അതെന്ന് പറയുന്നത് പാരലൽ എറേഴ്സിനെ എലിമിനേറ്റ് ചെയ്യും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒബ്സർവേഷൻ എററാണ്. അതിന് പറയുന്ന പേരാണ് പാരലാക്സ് എറേഴ്സ് വൈൽ റീഡിങ് സ്കെയിൽസ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് വിത്ത് ഡയൽ ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോൾ നമ്മളെ ഡയൽ ഇൻഡിക്കേറ്റേഴ്സ് ഇൻസ്ട്രുമെൻറ്റ്സ് വിത്ത് ഡയൽ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ റീഡ് ചെയ്യാൻ നേരത്ത് ഈ പാരലാക്സ് എറർ ഉണ്ടാകും. ദ എറർ ഡിപ്പെൻഡ്സ് ഓൺ ദ ഫാക്ട് ദാറ്റ് ദ പോയിന്റർ ഹാസ് എ സർട്ടൺ ഡിസ്റ്റൻസ് എ ഫ്രം ദ സ്കെയിൽ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ എറർ എന്ന് പറയുന്നത് ഈ പോയിന്റർ എന്ന് പറയുന്ന ഒരു സർട്ടൺ ഡിസ്റ്റൻസിലായിരിക്കും സ്കെയിലിൽ നിന്ന് നിൽക്കുക. ഇഫ് യു ഡെറ്റ് ഫ്രം വൺ സൈഡ് ഇൻസ്റ്റെഡ് ഓഫ് ഫ്രം സ്ട്രൈറ്റ് ഹെഡ് ആസ് യു ഷുഡ് ഡു ദ പോയിന്റർ അപ്പിയേഴ്സ് ടു ഷോ എ ലാർജർ ഓർ സ്മോളർ റീഡിങ്. ഇപ്പം നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സ്കെയിൽ പഠിപ്പിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടേണ്ട വാല്യൂ ഇതാണ്. നമ്മൾ ഈ രീതിയിലാണ് ഇവിടെ കുറഞ്ഞൊരു വാല്യൂയും ഇങ്ങനെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു വലിയ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കൊസൈൻ എററാണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു എൻഷുർ ദാറ്റ് ദ പ്ലഞ്ചർ ഓഫ് എ ലിവർ ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റേഴ്സ് ആർ പാരലൽ ടു ദ സർഫസ് ബീങ് മെഷേർഡ്. ഇപ്പോൾ ഈ നമ്മൾ ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെയൊക്കെ ഈ പ്ലഞ്ചർ എന്ന് പറയുന്നത് ആ മെഷർ ചെയ്യുന്ന സർഫസിന് പാരലായിരിക്കണം, അല്ലെങ്കിൽ അവിടെ കൊസൈൻ എറർ ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കൊസൈൻ എറർ ഉണ്ടാകാനുള്ള റീസൺ എന്ന് പറയുന്നത് ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ പ്ലഞ്ചർ എന്ന് പറയുന്നത് ആ സർഫസിന് വർക്കിംഗ് സർഫസിന് പാരലായിരിക്കണം. It may be noted that the movement of the dial indicator hands depends on the movement of the plunger or lever. ആ ഡയൽ ഇൻഡിക്കേറ്ററിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഈ പ്ലഞ്ചറിൻ്റെ മൂവ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അതനുസരിച്ചായിരിക്കും ആ ഡയൽ വേരിയേഷൻ കാണിക്കുന്നത്. ആൻ ഇൻക്ലിനേഷൻ ഓഫ് ദ പ്ലഞ്ചർ ആർ ഷോൺ ഇൻ ദ ഫിഗർ വുഡ് നീഡ് അഡീഷണൽ മൂവ്മെൻറ്റ് ഓഫ് ദ പ്ലഞ്ചർ ഫോർ എ ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് ഇൻക്ലൈൻഡ് ആയിട്ടുള്ളൊരു രീതിയിലാണ് നമ്മൾ പ്ലഞ്ചർ വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള മൂവ്മെൻറ്റ് ആ പ്ലഞ്ചറിന് ആവശ്യമായിട്ട് വരും. X is the deviation of the component perpendicular to the surface of the work and naturally the dial indicator will show a reading of x plus y. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് എക്സ് എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസ് അധികമായിട്ട് ഇത് മൂവ് ചെയ്യേണ്ടി വരും. അതുവഴി നമുക്ക് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന റീഡിംഗ് ആയിരിക്കും അവിടെ കിട്ടുന്നത്. അടുത്തതെന്ന് പറയുന്നത് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ എറേഴ്സ് ആണ്. ദ ചേഞ്ച് ഇൻ ദ ടെമ്പറേച്ചർ ക്യാൻ കോസ് മേജർ മെഷറിംഗ് എറേഴ്സ്. For this reason, 20 degree Celsius has been set as a reference temperature for measurement. അപ്പോൾ ഇതിൽ നിന്ന് അറിഞ്ഞിരിക്കേണ്ടത് 20 ഡിഗ്രി സെൽഷ്യസ് 20 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെഷറിംഗ് എറേഴ്സ് നിന്ന് നോക്കാനുള്ളത്. ഓക്കെ, പിന്നെ നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് ആക്യുറസി, പ്രിസിഷൻ, ഇവ തമ്മിലുള്ള ഡിഫറൻസ് കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.